ഹായ് ഹലോ വെൽക്കം ടു എക്സ്ല ലേണിംഗ് ആപ്പ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സിൽ നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. നമുക്ക് 9 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റിന് 20 മാർക്സ് ആണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ആ 20 മാർക്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു 4 to 5 പേജസ് വരെ നമ്മുടെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ രീതിയിൽ എഴുതാൻ നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 4 ബ്ലോക്ക് ആയിട്ടാണ് നമ്മുടെ യൂണിറ്റ് കിടക്കുന്നത്. 4 ബ്ലോക്സിലും ഓരോ ബ്ലോക്കിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ അതിന്റെ എവല്യൂഷൻസ്, അതേപോലെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ആണ് നമുക്ക് വരുന്നത്. ദെൻ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഏതൊക്കെ യൂസസ് ആണ്, ബിസിനസ്സിൽ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബിസിനസിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസിന് ഏത് രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന വെബ് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ നമ്മുടെ ഗൂഗിൾ സ്യൂട്ടും അതേപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റംസും, നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന ഗൂഗിൾ സ്യൂട്ടും അതിലുള്ള ഓരോ എലമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ തേർഡ് യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ്, അതിലെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അത് ഏത് രീതിയിലാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ത്രൂ നടക്കുന്നത്, അതാണ് നമ്മുടെ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, അതേപോലെ വിൻഡോസ്, പിന്നെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ദെൻ അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻ, അതായത് എൻറ്റയർലി നമ്മുടെ ബ്ലോക്ക് 1 എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് എക്സാമ്പിൾസ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ ആയിരിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് 5 ജനറേഷൻസ് ആയിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ജനറേഷൻസിന്റെ ഒക്കെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ് വരുന്നത്. ഡാറ്റ ഹാൻഡ്ലിംഗിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് BIS എന്ന് പറയും. സോ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റവും അതിന്റെ വേരിയസ് ടൈപ്സ് ആണ് നമുക്ക് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന BIS ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസും അതിന്റെ അഡ്വാൻറ്റേജസും ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 2 സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ IT സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതായത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് സെക്യൂരിറ്റി ത്രെഡ്സ് ആണുള്ളത്, അതിന്റെ മെഷേഴ്സും കാര്യങ്ങളും, പിന്നെ ഡാറ്റ എൻക്രിപ്ഷനും ഡാറ്റ ഡീകോഡിംഗും ഒക്കെയാണ് അതിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ദ തേർഡ് യൂണിറ്റ് ഓഫ് സെക്കൻഡ് ബ്ലോക്ക്, ഇന്റർനെറ്റ് സർവീസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ഫംഗ്ഷൻസും, ദെൻ അതിന്റെ ഇമെയിൽ കോൺഫിഗറേഷൻസും ആണ് നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇമെയിൽ എന്താണ്, അതിന്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് വെബ്, പിന്നെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഡൊമൈൻ നെയിംസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു തേർഡ് യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ 8th യൂണിറ്റ്, അതായത് ബ്ലോക്ക് 2 ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മുടെ പ്ലാസ്റ്റിക് മണി, അതേപോലെ ഇ-വാലറ്റ് ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ഇത്. നമുക്ക് പ്ലാസ്റ്റിക് മണിയുടെ ഇവല്യൂഷൻ, ഒറിജിൻ എന്ന് പറയുന്നത്, പിന്നെ അതിന്റെ യൂസേജ്, അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് മണിയുടെ ഭാഗത്ത് വരുന്നത്. അതായത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ്, നമ്മുടെ ക്യാഷ്ലെസ് മണി ആയിരിക്കും നമ്മുടെ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇ-വാലറ്റ് എന്ന് പറയുന്നത്, അതായത് ഡിജിറ്റൽ വാലറ്റ്സ്, നമ്മുടെ ഗൂഗിൾ പേ, Paytm പോലെയുള്ളതാണ് ഇ-വാലറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കൊമേഴ്സിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിമോണിറ്റൈസേഷൻ ആണ്. ഡിമോണിറ്റൈസേഷന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൊബൈൽ വാലറ്റ്, പേയ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് നെറ്റ്വർക്ക്സ്, ഇതാണ് നമ്മളുടെ 8th
യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മണിയും അതേപോലെ ഡിജിറ്റലൈസേഷനും ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് BIS, എന്താണ് BIS, ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ വേരിയസ് ടൈപ്സും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് ഇതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഓരോ ടൈപ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ എക്സാമ്പിൾസും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് കീ യൂണിറ്റ്സ്. വേർഡ് പ്രോസസിംഗ് കീ യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിംഗ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ ടൂൾസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്, MS വേർഡ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫോർമാറ്റിംഗ് ടൂൾസ്, പേജ് ലേഔട്ട്സ്, വേർഡ് പ്രോസസിംഗ്സ്, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ MS വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, MS വേർഡ് എങ്ങനെയാണ് നമ്മൾ ബിഗിൻ ചെയ്യുന്നത്, അതിന്റെ യൂസസും ഓപ്പണിങ്ങും അതിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് യൂണിറ്റ് വരുന്ന സമയത്ത് എൻറ്ററിങ് ആൻഡ് എഡിറ്റിംഗ് ടെക്സ്റ്റ്, നമ്മളിപ്പോ ഈ ടൂൾസ് ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു, എങ്ങനെയാണ് MS വേർഡ് ഓപ്പൺ ചെയ്യാന്ന് പഠിച്ചു. അതിനകത്ത് ഫോർമാറ്റിംഗ് ടൂൾസ്, അതേപോലെ പേജ് ലേഔട്ട്, ദെൻ വർക്കിംഗ് വിത്ത് ഗൂഗിൾ ഡോക്യുമെന്റ്സ്. ഗൂഗിൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അടുത്തത് ഒരു കമ്പാരിസൺ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ MS വേർഡ് ആൻഡ് ഗൂഗിൾ ഡോക്യുമെന്റ്. എങ്ങനെയാണ് MS വേർഡും അതേപോലെ ഗൂഗിൾ ഡോക്യുമെന്റും ഡിഫറെന്റ് ആയിരിക്കുന്നത്, രണ്ടിന്റെയും ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കമ്പാരിസൺ ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിങ് വേർഡ് പ്രോസസിംഗ്. അതായത് വേർഡ് പ്രോസസിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ടൂൾസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെയിൽ മെർജ്, അതിന്റെ ടൂൾസ് എങ്ങനെയൊക്കെയാണ്, പ്രോസസ് എന്താണെന്നുള്ളത്. പിന്നെ ടേബിൾസ്, റിവ്യൂ ഫംഗ്ഷൻസ് ഒക്കെയാണ് നമുക്ക് അടുത്തൊരു ടോപ്പിക് ആയിട്ട് പറയാനുള്ളത്. ദെൻ കമ്മിങ് ടു ദ 12th യൂണിറ്റ്, ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ എന്ന് പറയും. അതായത് ബിസിനസ് ഡോക്യുമെന്റ്സ്, ബിസിനസ് റിപ്പോർട്ട്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സാമ്പിൾസ് ഓഫ് ബിസിനസ് ഡോക്യുമെന്റേഷൻ ആണ് ഇതിലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ബിസിനസ് ഡോക്യുമെന്റേഷന്റെ ക്രിയേഷനും അതിന്റെ കാര്യങ്ങളുമാണ് നോക്കുന്നത്. ഈ ഒരു ബ്ലോക്കിൽ, സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് മെയിൽ മെർജ് ഇൻ MS വേർഡ് വിത്ത് സ്റ്റെപ്സ്. മെയിൽ മെർജ് എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ്, പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ അവിടെ എഴുതുന്നുണ്ടായിരിക്കുക. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടും മെയിൽ മെർജ് എഴുതി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. 3 സ്റ്റെപ്പ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ സോഴ്സ് അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആഫ്റ്റർ ദാറ്റ് നമ്മൾ അത് മെർജ് ചെയ്യുന്നത്, അതാണ് 3 മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്. ആ 3 പ്രോസസ്സിന് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ സ്റ്റെപ്സ് എലാബറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് മെയിൽ മെർജും അതിന്റെ പ്രൊസീജിയറായിട്ടും എഴുതുന്നത്. ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്, പവർ പോയിന്റ് ആൻഡ് മൾട്ടിമീഡിയ. പവർ പോയിന്റ് ആൻഡ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണത്. ദെൻ മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബും കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻറ്റയർലി പവർ പോയിന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പവർ പോയിന്റ് പ്രസന്റേഷൻസ്, അതിന്റെ സ്ലൈഡ് ലേഔട്ട്, ആനിമേഷൻസ്, തീം, അതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ടു ദ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിമീഡിയ, അതായത് ഏതൊക്കെ രീതിയിലുള്ള ചലഞ്ചസ് ആണ് മൾട്ടിമീഡിയ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൾട്ടിമീഡിയ ഇൻ ബിസിനസ് എന്ന് പറയുന്നതാണ് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളുമാണ്. യൂട്യൂബിന്റെ ഫംഗ്ഷൻസ്, അതിന്റെ കണ്ടന്റ് ക്രിയേഷനും ഒക്കെയാണ് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് യൂണിറ്റ്, ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻസ്. ബിസിനസ്സിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പവർ പോയിന്റിന്റെ ബേസിക് ആയിട്ടുള്ള ടൂൾസും ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പവർ പോയിന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് ബിസിനസ്സിൽ പ്രസന്റ് ചെയ്യുന്നത്, ബിസിനസ്സിൽ എന്താണ് പവർ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്, അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മളൊരു പ്രൊജക്ട് പ്രസന്റേഷനും കൂടെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പ്രൊജക്ട് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ദ ബിസിനസ് പ്രസന്റേഷൻ ഇൻ പവർ പോയിന്റ്. പവർ പോയിന്റിൽ ഒരു ബിസിനസ് പ്രസന്റേഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് സ്ലൈഡ് ക്രിയേഷൻ എന്തൊക്കെയാണ്, നമുക്ക് അവിടെ എന്തൊക്കെ രീതിയിലുള്ള ടൂൾസ് അവൈലബിൾ ആണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ആനിമേഷൻസ്, ട്രാൻസിഷൻസ്, അങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ പറയണം. ദെൻ നമ്മൾ പിന്നെ നോക്കുന്ന ഒരു കാര്യം പ്രൊഫഷണൽ ഡിസൈൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. അപ്പോൾ പവർ പോയിന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ടൂൾസ്, ഫീച്ചേഴ്സ്, അതിന്റെ ആ ലേഔട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നന്നായിട്ട് ആൻസർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക്.
ബ്ലോക്ക് 5 നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ്. ഇതിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റും അതിന്റെ ബിസിനസ് ആപ്ലിക്കേഷൻസും ആണ് നോക്കുന്നത്. നമ്മളിപ്പോ പവർ പോയിന്റ് വേർഡും ഒക്കെ നോക്കി. അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ്, ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ സം ഫംഗ്ഷൻസ്, അതേപോലെ ആവറേജ് ഫംഗ്ഷൻസ്, പിന്നെ നമ്മുടെ ഇഫ് ഫംഗ്ഷൻസ്, പിന്നെ നമുക്ക് വരുന്ന ഫൈനാൻഷ്യൽ ടൂൾസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സിന്റാക്സും കാര്യങ്ങളുമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതാണ്. അതായത് ഡാറ്റ നമ്മൾ ടെക്സ്റ്റ് ഫോമിൽ അല്ലാണ്ട് ഗ്രാഫും ചാർട്ടും യൂസ് ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ, ചാർട്ടായിട്ടോ അല്ലെങ്കിൽ പിവറ്റ് ടേബിൾസ് ആയിട്ടോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. സോ പിന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ളത് 19 ആണ്. 19 യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റും അതിലുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് സോർട്ടിങ്, ഫിൽറ്ററിംഗ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. അത്തരം ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് നമ്മൾ യൂണിറ്റ് 19 പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 20 എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. അവിടെ നമുക്ക് കുറച്ചുകൂടി സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന റിഗ്രഷൻ, കോറിലേഷൻ, അതായത് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. റിഗ്രഷൻ, കോറിലേഷൻ, ഹൈപ്പോത്തിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളും സം ഫംഗ്ഷൻസും ഒക്കെയാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമുല ആൻഡ് ഫംഗ്ഷൻസ് ഇൻ MS Excel. അതായത് MS Excel നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസും ഫോർമുലാസും ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫോർമുല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വുഡ് കവർ ദി മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ലോജിക്കൽ ഫംഗ്ഷൻസ്, ഫൈനാൻഷ്യൽ ഫംഗ്ഷൻസ് ഇൻ ബിസിനസ് കേസസ്. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂല് ഈ ഫംഗ്ഷൻസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 5 ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ 5 ബ്ലോക്ക്. ആ 5 ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് എക്സാമിന് വരുന്നുണ്ടായിരിക്കുന്നത്, അതിന്റെ ഒരു ആൻസർ റൈറ്റിംഗ് ഏത് രീതിയിലായിരിക്കണം നമ്മൾ അതിനെ ആൻസർ അപ്രോച്ച് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കിയത്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ റൈറ്റിംഗും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയാസ്, ഫോക്കസ് ഏരിയ വെച്ചിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്.